ഹായ്, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനും വലിയ കുഴപ്പമില്ലാതിരിക്കുന്നു കേട്ടോ. മഴയൊക്കെ ഇപ്പോൾ ഒരു ഇത്തിരി കുറഞ്ഞ് നിൽക്കുവാണ്. പിന്നെ ഞാൻ ഇന്നിപ്പം നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യം തന്നെയാണ് കേട്ടോ. മദ്യപാനം നിർത്താനായിട്ടുള്ള ടിപ്പ് ഞാൻ പറഞ്ഞു തന്നായിരുന്നല്ലോ. ആ കൂട്ടത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു പുകവലി നിർത്താനായിട്ടുള്ള കാര്യവും ഞാൻ പറഞ്ഞു തരാമെന്ന്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇതുവരെ പറഞ്ഞു തരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുറേ പേര് വന്നിട്ട് ഇൻസ്റ്റയിലും അല്ലാതെ ഞാൻ വീഡിയോ ഇടുമ്പോഴും ഒക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി പുകവലി നിർത്താനുള്ള കാര്യം പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തന്നില്ലല്ലോ എന്നുള്ള പരാതികളൊക്കെ ഒരുപാട് പേരുടെ ഉണ്ടായിരുന്നു. അപ്പോൾ പല പല കാര്യങ്ങൾ കൊണ്ടാണ് അതങ്ങ് മാറിപ്പോയത്. ഇന്നിപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. 2 ടിപ്പുണ്ട്. രണ്ടും നിങ്ങൾ ഈ വീഡിയോ തട്ടി മാറ്റാതെ പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടല്ലോ ഞാനിപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ടും മറ്റു ദോഷങ്ങളൊന്നുമില്ലാത്ത ഒരു കാര്യമാണ് ഇപ്പം നിങ്ങൾക്ക് ആദ്യമേ പറഞ്ഞു തരാൻ പോണത്. നമ്മൾ ആവശ്യമില്ലാത്ത മരുന്നുകളും അതും ഇതും എല്ലാം ഉള്ളിലോട്ട് കഴിച്ചു കഴിയുമ്പോഴത്തേനും ചിലർക്ക് പല അസ്വസ്ഥതകളുണ്ടാകും, ചിലർക്ക് ഛർദി ഉണ്ടാകും എന്നും പറഞ്ഞുകൊണ്ട് ജീവഹാനി ഒന്നും സംഭവിക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം അതിലുമൊക്കെ സിമ്പിളായിട്ടൊരു മാർഗം ഞാൻ പറയാം. ആർക്കും ഒരു ദോഷവും ഇല്ലാത്ത, നമുക്കിപ്പോൾ ഏകദേശം എല്ലാ കുടുംബത്തിലും തന്നെ ഒരുമാതിരിയുള്ള എല്ലാ കുടുംബത്തിലും തന്നെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഡോക്ടർ ഉണ്ടാകും ഇല്ലേ? നമ്മളിപ്പോൾ ഒരു ജലദോഷമായിക്കോട്ടെ പനി ആയിക്കോട്ടെ എന്ത് അസുഖത്തിനും നമ്മളൊരു ഫിസിഷ്യനെ സ്ഥിരമായിട്ട് കാണുമല്ലോ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ. അപ്പോൾ അങ്ങനെ ഒരു ഡോക്ടറെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുകവലിയും മദ്യപാനവും ഉള്ള ആളെ നമ്മൾ കൂടെ കൊണ്ടുപോകരുത്. നമ്മൾ ചെന്ന് ചീട്ടെടുത്തിട്ട് ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറോട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കണം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. എൻ്റെ കുടുംബത്തിൽ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം. ഞാൻ ബന്ധം പറയാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പം ഈ പുള്ളിക്ക് അത്യാവശ്യം എന്ന് വെച്ചാൽ എല്ലാ ദിവസങ്ങളും ഇല്ല, മദ്യപാനം ഉണ്ടായിരുന്നു. പുകവലി എല്ലാ ദിവസവും കുറഞ്ഞതൊരു 10-20 വീടിയെങ്കിലും വലിക്കും. നോർമലി വീടിയും വലിക്കും, സിഗരറ്റും വലിക്കും. അങ്ങനെ ഇരുന്നപ്പോഴത്തേനും പുള്ളിക്ക് ഭയങ്കര തലവേദന, ഒരു ഇടയ്ക്ക് ഒരു ശരീരത്തിന് ഒരു കുഴച്ചിൽ പോലെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. 2-3 ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞ് അവസാനം നമ്മൾ തൊടുപുഴ തന്നെ കൊണ്ടുപോയി കാണിച്ചു. തൊടുപുഴ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അവിടെ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞ് ആദ്യത്തെ പ്രാവശ്യം ഡോക്ടറെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പം ഡോക്ടർ കുറേ സ്കാനിങ്ങും കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ സ്കാൻ ചെയ്തും ഈ ടെസ്റ്റുകളും ഒക്കെ നടത്തിയിട്ട് പോരാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞ് 15 ദിവസം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്ക് വരാൻ പറ്റിയില്ല. ഈ ടെസ്റ്റും സ്കാനിങ് കാര്യങ്ങളും എല്ലാം കൊണ്ട് പുള്ളിയുടെ വൈഫും മോനും കൂടെയാണ് പോയി ചെന്ന് കണ്ടു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു മദ്യപാനം നിർത്തണം, അല്ലെ പുകവലി നിർത്തണം, അത് ആരോഗ്യത്തിന് വലിയ പ്രശ്നം ചെയ്യും. ഇപ്പം നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു ഞരമ്പിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം കൊണ്ടായി ഈ തലവേദനയെന്ന് പറഞ്ഞു. ഉടനെ ഈ അമ്മയും മോനും കൂടി ആലോചിച്ചു പറഞ്ഞു, ഡോക്ടറെ അടുത്ത ദിവസം ഞങ്ങൾ വരുമ്പം ഒരു ഉപകാരം ചെയ്യണം, ഈ പുള്ളിയോട് മദ്യപാനവും പുകവലിയും നിർത്താൻ വേണ്ടിയിട്ട് ഡോക്ടർ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞേക്കണേ ഡോക്ടറെ, ഇതൊന്ന് നിർത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞ് മനസ്സിലാക്കി. ഈ പുള്ളി കുടിച്ചെന്നും പറഞ്ഞോണ്ടോ അല്ലെ പുക വലിച്ചെന്നും പറഞ്ഞോണ്ടോ ഒന്നും കുടുംബത്തിൽ യാതൊരു വക പ്രശ്നങ്ങളോ തമ്മിത്തല്ലോ വഴക്കോ ഇതിലാലൊന്നും ഉള്ളൊരു മനുഷ്യനല്ല. എല്ലാവർക്കും കുടുംബക്കാർക്കെല്ലാം ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ഈ മനുഷ്യൻ. അതുപോലെ തന്നെ ആ പുള്ളിയുടെ നാട്ടുകാർക്കും. എന്നിട്ടും പറഞ്ഞു ഈ പുകവലി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഹാർട്ടിൻ്റെ ഭാഗത്ത് ചെറിയൊരു പുകമറ പോലെ ഉണ്ടായിരുന്നു. അന്നേരത്തേനും പുള്ളിക്കാരി പേടിച്ചു പോയി. അതുകൊണ്ട് പറയിപ്പിച്ചതാകട്ടോ. എന്നിട്ട് പിറ്റേ പ്രാവശ്യം പുള്ളിക്കാരനെ കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഈ ഡോക്ടർക്ക് കാര്യം മനസ്സിലാവുന്ന ഡോക്ടർ പറഞ്ഞു, ഇതെല്ലാം ഇങ്ങനെ നോക്കിയിട്ടൊക്കെ പറഞ്ഞ്, ഇതേ നിങ്ങൾ മദ്യപിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, ഞാൻ ഇടയ്ക്കൊക്കെ മദ്യപിക്കാറുണ്ട്, പുകവലിക്കാറുമുണ്ടെന്ന്. പുകവലിക്കാറുണ്ടെന്നല്ല, ഡെയിലി നിങ്ങൾ നല്ല രീതിയിൽ പുകവലിക്കാറുമുണ്ട്, മിക്കപ്പോഴും തന്നെ നിങ്ങൾ മദ്യപിക്കാറുമുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഈ മദ്യപാനവും പുകവലി നിങ്ങളുടെ ജീവൻ ആപത്താണ്. എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുട്ടാൻ പോണ ട്രെയിൻ പോണക്കാണ് ഇപ്പം നിങ്ങളുടെ ഹാർട്ടിൻ്റെ ലെവല്. അതുകൊണ്ട് നിങ്ങളിത് നിർത്തിയേ പറ്റുള്ളൂ. ഈ പുകവലിയും മദ്യപാനവും നിർത്തിയാൽ നിങ്ങൾ നല്ല ആരോഗ്യവാനാണ്. നിങ്ങൾക്ക് ആരോഗ്യത്തോടെ ദൈവം വിട്ട ആയുസ് വരെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു.
അപ്പോൾ പിന്നെയുണ്ടല്ലോ പുള്ളിയോട് കാര്യങ്ങളെല്ലാം ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങിയപ്പോഴത്തേനും പുള്ളിക്കാരുടെ മകനും പുള്ളിക്കാരിയൊക്കെ കൂടെ പറഞ്ഞത് കേട്ടോ ഡോക്ടർ, ഇനി ഇത് തൊട്ടുപോയേക്കരുത്, ഇവരുടെയും കൂടെ ഒരു ബ്രെയിൻ വാഷ് അങ്ങോട്ട് ചെന്നു, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കാരാ, മക്കള് കല്യാണം കഴിച്ച് കുടുംബമായി അവരവരുടെ കാര്യം നോക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞ് പുള്ളീനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഇപ്പം പുള്ളി കുടിച്ചിട്ടും പുക വലിച്ചിട്ടും കറക്റ്റ് ഇപ്പോൾ ഒരു 1.5 വർഷമെങ്കിലും ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ഒന്ന് ശ്രമിച്ചു നോക്കുക, ഉറപ്പായിട്ടും കാര്യം നടക്കും. പിന്നത്തെ കാര്യം, ഇത് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ അച്ഛൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, പള്ളിയിലച്ഛൻ മദ്യപാനം നിർത്തിയതും വാറ്റും നിർത്തിയ കാര്യവും നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ കണക്ക് തന്നെ ഈ അച്ഛൻ പുകവലി നിർത്തിച്ച ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ഭാഗത്തെങ്ങും ഞങ്ങളുടെ ഈ ഏരിയയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ ആ ഭാഗത്തും എല്ലാ സ്ഥലങ്ങളിലും കാണും ഈ ഒരു തരം ഒടികണപ്പുല്ലെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിങ്ങനെ ഭയങ്കര പൊക്കമുണ്ട് ഈ ഒടികണപ്പുല്ലിനെ. ഈ ഒടികണപ്പുല്ല് ഒടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേന് അതിൻ്റെ ഒരു ഒടി എന്ന് പറഞ്ഞാൽ ഇത്രയെങ്കിലും വരും. അതിങ്ങനെ ചെറിയൊരു സിഗരറ്റിൻ്റെ വലുപ്പത്തിൽ കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു പൊങ്ങ് പോണക്കൊരു സാധനമുണ്ട്. അത് ഈ അടിഭാഗത്ത് ഈ അറ്റം കൊണ്ട് ഇത്രയും നിർത്തിയിട്ട് ബാക്കിത്തെ മുഴുവനും ഒരു നമ്മൾ ഈ ചാക്കൊക്കെ തയ്ക്കുന്ന സൂചിയില്ല, ചാക്ക് സൂചി അല്ല, അങ്ങനെയുള്ള പപ്പടം കുത്തിയതിനെ കൊണ്ട് ഇത് മുഴുവൻ കിള്ളി ഇങ്ങോട്ട് കളയണം. കളഞ്ഞേച്ചും കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെയൊക്കെ അങ്ങോട്ട് തെള്ളിമരമുണ്ട്, തെള്ളി. ഇത് കുറേ കഴിയുമ്പോൾ ഈ തെള്ളി പൊട്ടിയിട്ട് അതിൽ നിന്നൊരു ദ്രാവകം ഇങ്ങനെ ഒഴുകി വരും. ഭയങ്കര സ്മെല്ലായി. എല്ലാ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ സന്ധിക്ക് തെള്ളി പുകയ്ക്കാറുണ്ട് ഈ നെരുപ്പൊടിയിലിട്ട്. ഈ തെള്ളി ഇങ്ങനെ എടുത്തിട്ട് പൊടിക്കണം. ഇപ്പോൾ അങ്ങാടിപ്പെട്ടിയിലൊക്കെ കിട്ടുമായിരിക്കും. പൊടിച്ചിട്ട് ഇതിൻ്റെ പൊടി എടുത്തിട്ട് ഈ ഒടികണ പുല്ലിൻ്റെ അകത്തോട്ട് ഫില്ല് ചെയ്ത് അങ്ങനത്തെ നിറയ്ക്കണം. എന്നുവെച്ചിട്ട് ആദ്യമേ ഉണ്ടല്ലോ അത് ഒടികണ പുല്ലിൻ്റെ അകത്തോട്ട് ഇതും ഫില്ല് ചെയ്യണം. ആ കൂട്ടത്തിൽ ഇരട്ടി മധുരം എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് അങ്ങാടി കിട്ടണം. അത് കൊണ്ടുവന്ന് വെച്ചിട്ട് ചെറുതായിട്ട് പൊടിച്ചിട്ട് ഇതിൻ്റെ പൊടിയാക്കണം. ചിലപ്പോൾ അതിൻ്റെ പൊടിയും കിട്ടാറുണ്ടെന്നു. അതും ഈ തെള്ളിയും കൂടെ ഒന്നിച്ച് വേണം കേട്ടോ മിക്സ് ചെയ്തിട്ട് ഈ ഒടികണക്കകത്തോട്ട് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ കുറച്ച് ഈ ഒടികണപ്പുല്ലിൻ്റെ അകത്ത് ഈ പൊങ്ങ് ഉണക്കുന്ന സാധനം കിള്ളിക്കളഞ്ഞ് അത് വെച്ചിട്ട് ഇപ്പുറത്തെ ഭാഗവും അങ്ങോട്ട് അടയ്ക്കണം. പക്ഷേ ഇത് പുകവലി നിർത്തണമെന്ന് പുക വലിക്കുന്ന ആളിനും തോന്നണം കേട്ടോ. എന്ന് വെച്ചിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഈ സാധനം ഇങ്ങനെ പയ്യെ വലിക്കുക. അപ്പോൾ ഇവരുടെ തൊണ്ടയ്ക്കും ശരീരത്തിനും ഒക്കെ ഒരാശ്വാസം കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകത്തുമില്ല. ഇവർക്ക് വീഡിയോ സീർട്ടോ വലിച്ച ഒരു ഫീലിംഗ് ഓട്ടോമാറ്റിക്കലി ഉണ്ടല്ലോ, ഇതിനൊരു മട്ടിപ്പുണ്ട്. അപ്പം ഒരു 3-4 ദിവസം കൊണ്ട് ഇതിങ്ങനെ ഇവർക്ക് വേണമെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സിഗരറ്റ് ബീഡി വലിക്കണം എന്നുള്ള ആ ഒരു ടെൻഡൻസി ഉറപ്പായിട്ടും ഇവരുടെ നിന്ന് പോകും. ഒരുപാട് പേരിങ്ങനെ നിർത്തിയിട്ടുണ്ട്. അല്ലാതെ പോയി കണ്ട പൊടിയും മരുന്നും ഒന്നും മേടിച്ച് കലക്കി കുടിക്കണ്ട കേട്ടോ. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഫലമായെങ്കിലുണ്ടല്ലോ വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഫിസിഷ്യനെ പോയി കാണണം, ഡോക്ടറെ പോയി കാണണം. കണ്ടിട്ട് ഡോക്ടറോട് ആദ്യമേ തന്നെ നിങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി, നമ്മുടെ ഫാമിലി ഡോക്ടറാണ്, ഉറപ്പായിട്ടും നമുക്ക് വേണ്ട സപ്പോർട്ടും ഹെൽപ്പും എല്ലാം ചെയ്യും. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുവാണ്, അവനവന് സ്വയം ഒന്ന് തോന്നിക്കഴിഞ്ഞാലായിട്ട് യാതൊരു ടിപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. എനിക്ക് പുകവലി നിർത്തണം, മദ്യപാനം നിർത്തണം, എൻ്റെ കുടുംബത്തോടും എൻ്റെ മക്കളോടും ഒപ്പം സന്തോഷമായിട്ട് എനിക്ക് ജീവിക്കണം എന്നൊരു പ്രതിജ്ഞ ചെയ്താൽ ഒന്നിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് നോർമലി ഇത് നിർത്താനും നിങ്ങൾക്ക് പറ്റും. അങ്ങനെയുള്ളൊരു മനസ്സും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബവും ജീവിതവും ഒക്കെ രക്ഷപ്പെടും. സന്തോഷമായിട്ട് മക്കളോടും ഒക്കെ ഒപ്പം കഴിയത്തില്ലേ. പറയുന്ന കേട്ടില്ലേ, പുകവലി മദ്യപാനം ഒക്കെ ക്യാൻസറിന് വിരോധമാണ്, ക്യാൻസർ ഉണ്ടാകും എന്ന് പറയുന്നു. എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, ഇതൊന്നും വലിക്കാത്തവർക്കും ഇതെല്ലാം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. എന്നാലും നിങ്ങൾ ഇതെല്ലാം ഒഴിവാക്കി കുടുംബത്തോടൊപ്പം സന്തോഷ സമാധാനമായിട്ട് ജീവിക്കണം കേട്ടോ. പിന്നെ നിങ്ങളൊരു കാര്യം പറയാം, പ്രദീപിൻ്റെതായ ആ ടിപ്പ് ഇതുവരെ ഇനി വന്നിട്ടില്ല മദ്യപാനം നിർത്താനായിട്ടുള്ള. അത് ഉറപ്പായിട്ടും പ്രദീപ് അടുത്ത ദിവസം വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അതും കൂടെ പറഞ്ഞു തരാം കേട്ടോ. അപ്പം നിങ്ങളുടെ എന്തഭിപ്രായവും കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വീണ്ടും കാണാൻ. ടാറ്റാ ബൈ ബൈ. ഓക്കേ.